നമസ്കാരം. വെള്ളക്കടലാസ് മുതൽ വെള്ളിത്തിര വരെ നിങ്ങൾക്കും സിനിമാക്കാരനാകാം. 30-ാം ഭാഗത്തിലേക്ക് സ്വാഗതം. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, മലയാള സിനിമയുടെ ചരിത്രം അറിയാൻ താൽപ്പര്യപ്പെടുന്നുവെങ്കിൽ, സിനിമയിൽ ഏതെങ്കിലും വിഭാഗത്തിൽ പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഇതിനു മുന്നേ ഉള്ള ഭാഗങ്ങൾ കൂടി ഒന്ന് കാണുന്നത് ഉപകാരപ്രദമായിരിക്കും. നമ്മൾ മലയാള സിനിമയുടെ ചരിത്ര വഴികളിലേക്കാണ് മിഴി തുറന്നിരുന്നത്. കഴിഞ്ഞ തവണ ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. അതിൽ 1-2 തിരുത്തുകളുണ്ട്. ആ തിരുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തതിലേക്ക് പ്രവേശിക്കാം. കമൽഹാസൻ ആദ്യ ബാലതാരമായി മലയാളത്തിൽ അഭിനയിച്ചത് കണ്ണും കരളും എന്ന ചിത്രത്തിലാണ്. നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്നാണ് കഴിഞ്ഞ ഭാഗത്തിൽ പറഞ്ഞത്. അതൊരു തെറ്റാണ്. ഈ കണ്ണും കരളും സംവിധാനം ചെയ്ത് KS സേതുമാധവനാണ്. നിണമണിഞ്ഞ കാൽപ്പാടുകൾ സംവിധാനം ചെയ്ത് NN പിഷാരടിയും. അതേപോലെ കവിയൂർ പൊന്നമ്മ സിനിമയിലേക്ക് കടന്നു വന്നത് പട്ടാഭിഷേകം എന്ന സിനിമയിലൂടെയാണ് എന്ന് പറഞ്ഞു. ശ്രീരാമ പട്ടാഭിഷേകം എന്നാണ് അതിൻ്റെ മുഴുവൻ പേര്. കാരണം പിന്നീട് പട്ടാഭിഷേകം എന്ന പേരിൽ സിനിമ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു 2 തിരുത്ത് കഴിഞ്ഞ ഭാഗങ്ങളിൽ പറഞ്ഞതിൽ ഉണ്ടായിട്ടുണ്ട്. ശ്രദ്ധിക്കുമല്ലോ. നമ്മൾ പറഞ്ഞു വന്നത് 63, 64, 65 കാലഘട്ടത്തിലേക്കാണ് നമ്മൾ കടന്നു വന്നത്. SK പൊറ്റക്കാടിൻ്റെ പ്രസിദ്ധമായൊരു നോവലുണ്ട്, മൂടുപടം. അത് സിനിമാ രംഗത്തേക്കെത്തി. അത് സംവിധാനം ചെയ്തത് രാമു കാര്യാട്ടായിരുന്നു. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ദേശീയോഗ്രഥനം മുഖ്യ വിഷയമായിട്ട് അതിൽ വന്നു എന്നത് മാത്രമല്ല, ഹിന്ദു മുസ്ലിം മൈത്രി ഒരു അന്തർധാരയായി ആ സിനിമയിൽ കിടന്നിരുന്നു എന്നുള്ളത് കൂടിയാണ്. മറ്റൊരു പ്രത്യേകത എന്തെന്നറിയൂ, S ജാനകി ആദ്യമായി മലയാളത്തിലെ സിനിമയിൽ പാടിയ ഗാനം അതിലായിരുന്നു. മലയാള സിനിമാ ഗാനം പാടിയത് ഈ മൂടുപടം എന്ന ചിത്രത്തിലാണ്. ഗാനം തളിരിട്ട കിനാക്കൾ തൻ താമര മാല വാങ്ങാൻ എന്ന ആ ഗാനമാണ് മലയാളത്തിൽ ആദ്യമായി S ജാനകി പാടിയത്. ഗാനരചന P ഭാസ്കരൻ്റേതായിരുന്നു. അതേപോലെ ബാബുരാജിൻ്റേതാണ് സംഗീതം. ഇന്നും ചാരുത നഷ്ടപ്പെടാത്തൊരു ഗാനമാണ് തളിരിട്ട കിനാക്കൾ തൻ താമര മാല വാങ്ങാൻ എന്ന ഗാനം. അതേപോലെ പിന്നീട് EM കോവൂരിൻ്റെ കഥ P ഭാസ്കരൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങി. സിനിമയുടെ പേര് അമ്മയെ കാണാൻ എന്നായിരുന്നു. ഇതിൻ്റെ പ്രത്യേകത, പെണ്ണിൻ്റെ കണ്ണീരിന് ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം കൊടുത്ത ഒരു സിനിമയായിരുന്നു അമ്മയെ കാണാൻ എന്ന സിനിമ. ഇതേ വർഷം തന്നെ ഉദയയുടെ ബാനറിൽ കടലമ്മ, റബേക്ക എന്നീ 2 സിനിമകൾ കൂടി ഉദയയുടെ ബാനറിൽ പുറത്തിറങ്ങി. 1964 ആയപ്പോൾ 20 മലയാള സിനിമകളാണ് പുറത്തിറങ്ങിയത്. മലയാളത്തിൽ അങ്ങനെ 20 സിനിമകളെത്തി. ഭാർഗവീ നിലയവും തച്ചോളി ഉദയനും ഏറെ ശ്രദ്ധേയമായ സിനിമകളായിരുന്നു 1964. ഇതിൽ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മനോഹരമായൊരു കഥയാണ് നീലവെളിച്ചം. ആ കഥ സിനിമയായതാണ് ഭാർഗവീ നിലയം. കഥയും തിരക്കഥയും സംഭാഷണവും എല്ലാം എഴുതിയത് വൈക്കം മുഹമ്മദ് ബഷീർ തന്നെയായിരുന്നു. ഇതിൽ ഭാർഗവിയായിട്ട്, നായികയായിട്ട്, അഥവാ ഒരു പ്രേതകഥയായിരുന്നു. അതിൽ ഭാർഗവി എന്ന നായിക ആയിട്ട് അഭിനയിച്ചത് വിജയനിർമ്മലയാണ്. വിജയനിർമ്മലയ്ക്ക് മറ്റൊരു റെക്കോർഡ് കൂടിയുണ്ട്. ആദ്യത്തെ വനിതാ സംവിധായികയാണ് വിജയനിർമ്മല. വിവിധ ഭാഷകളിലായി 10ഓളം സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. ലോക റെക്കോർഡിൽ കടന്ന സ്ത്രീയാണ് വനിതാ സംവിധായിക എന്ന നിലയിൽ. ആ നീലവെളിച്ചം സിനിമയായപ്പോൾ നടിയായി വിജയനിർമ്മല എത്തി. അതിലെ ഗാനങ്ങൾ ഇന്നും നാം ഓർക്കുന്നുണ്ടാവും. പൊട്ടിത്തകർന്ന കിനാവ് കൊണ്ടൊരു പട്ടുനൂൽ ഊഞ്ഞാല് കെട്ടി എന്ന ഗാനം. പൊട്ടിത്തകർന്ന കിനാവ് കൊണ്ടൊരു പട്ടുനൂൽ ഊഞ്ഞാല് കെട്ടി. അതേപോലെ തന്നെ വാസന്ത പഞ്ചമി നാളിൽ വരുമെന്നൊരു കിനാവ് കണ്ടു. അറബിക്കടലൊരു മണവാളൻ, കരയോ നല്ലൊരു മണവാട്ടി. അതേപോലെ ഏകാന്തതയുടെ അപാരതീരം. മറ്റൊന്ന് നീലക്കുയിൽ ഛായാഗ്രഹണം വിൻസെൻ്റ് മാഷായിരുന്നു, ആലപ്പി വിൻസെൻ്റ്. അദ്ദേഹം ആദ്യമായിട്ട് സംവിധാനം ചെയ്ത സിനിമ കൂടിയാണ് ഭാർഗവീ നിലയം. ഭാർഗവീ നിലയം
പ്രൊഡ്യൂസ് ചെയ്തത്, നിർമ്മിച്ചത് TK പരീക്കുട്ടിയായിരുന്നു. അതേ പരീക്കുട്ടി ഒട്ടേറെ നല്ല സിനിമകൾ നിർമ്മിച്ചിട്ടുള്ള നിർമ്മാതാവാണ്. KR വിജയ ആദ്യമായി അഭിനയിച്ച ഒരു സിനിമ കൂടി അക്കാലത്ത് വന്നു. അതിൻ്റെ പേര് മണവാട്ടി എന്നായിരുന്നു. ചരിത്രം ഇങ്ങനെ നീങ്ങുകയാണ്. 1964 ഇനിയും പറയാനുണ്ട്. 65 കടക്കാം. അങ്ങനെ ചരിത്രം നീങ്ങുകയാണ്. നമ്മൾ അതിലേക്ക് മിഴി തുറക്കുകയാണ്. നമ്മൾ അത് കഴിഞ്ഞ് പറഞ്ഞു വന്നത് പാട്ടിൻ്റെ വഴികളിലേക്കാണ്. പാട്ടെഴുത്തിനെക്കുറിച്ചാണ് പറഞ്ഞു വന്നത്. പാട്ടും മലയാള കാവ്യങ്ങളിലെ അഥവാ മലയാള വ്യാകരണത്തിലെ അലങ്കാരങ്ങളും കൂടി ചേർന്ന് നിൽക്കുന്നതിനെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. കഴിഞ്ഞ തവണ മറ്റൊരു അലങ്കാരത്തെക്കുറിച്ച് പറഞ്ഞുവെങ്കിൽ ഇത്തവണ മറ്റൊരു അലങ്കാരത്തെക്കുറിച്ച് കൂടി ഓർക്കാം. അപഹന്യുതി എന്നാണ് ഈ അലങ്കാരത്തിൻ്റെ പേര്. അപഹന്യുതി. സ്വധർമ്മത്തെ മറച്ചന്യ ധർമ്മമാരോപ മപഹന്യുതി. സ്വധർമ്മത്തെ മറച്ച്, എന്താണ് തൻ്റെ ധർമ്മത്തെ എന്നുള്ളത് മറച്ച് അന്യധർമ്മത്തെ ആരോപിക്കുന്നതാണ് അപഹന്യുതി. തിങ്കളില്ലിതു വെൺ ഗംഗാ പങ്കജം വികസിച്ചത്. തിങ്കളല്ലിത് എന്ന് പറഞ്ഞാൽ ചന്ദ്രനല്ല ഇത്. പിന്നെന്താ? വിൺഗംഗാ പങ്കജം വികസിച്ചത്. ആകാശത്ത് താമര വിരിഞ്ഞതാണ് എന്ന് ചന്ദ്രനെ കണ്ടിട്ട് പറയുക. ചന്ദ്രനല്ല ഇത്, ആകാശത്തൊരു താമര വിരിഞ്ഞതാണ് എന്ന്. വർണ്ണ്യവസ്തുവിനെ അതല്ലെന്ന് നിഷേധിച്ചിട്ട് അതിനോട് സാദൃശ്യമുള്ള വസ്തുവാണെന്ന് പറയുന്നതാണ് അപഹന്യുതി. വർണ്ണ്യമായ വസ്തു ഏതാ? ഇതിൽ ചന്ദ്രനാണ്. ചന്ദ്രനൊന്നും അല്ല അത് താമരയാണ്, ചന്ദ്രനല്ല. ആകാശഗംഗയിലെ താമരപ്പൂവാണത് എന്നാണ് നമ്മൾ കൽപ്പിക്കുന്നത്. മറ്റൊരു ഉദാഹരണം കൂടി പറയുമ്പോൾ അത് വ്യക്തമാവും. മറ്റൊരു ഉദാഹരണം കൂടി നമുക്ക് നോക്കുമ്പോൾ വ്യക്തമാവും. താരകളല്ലീ കാൺമത് ആകാശ മണൽത്തട്ടിൽ ആരോമൽ സ്വർഗ സ്ത്രീകൾ ആട്ടമാടുകയത്രേ. താരകളല്ലീ കാൺമത് ആകാശ മണൽത്തട്ടിൽ. ആകാശത്തിൻ്റെ മണൽത്തട്ട്, ആകാശം മണൽത്തട്ടായിട്ടാണ് കൽപ്പിക്കുന്നത്. അവിടെ ആരോമൽ സ്വർഗസ്ത്രീകൾ ആട്ടമാടുകയാണത്രേ. ആട്ടമാടുകയത്രേ. സ്വർഗസ്ത്രീകൾ ആട്ടമാടുകയത്രേ. ആ സ്വർഗത്തിലെ സ്ത്രീകൾ വന്ന് നൃത്തം ചെയ്യുകയാണ്. അതാണ്, അല്ലാതെ നക്ഷത്രമല്ല നിങ്ങൾ കാണുന്നത്. ഇത് എഴുതിയത് KK രാജയാണ്. അങ്ങനെ വ്യത്യസ്തങ്ങളായ അലങ്കാരങ്ങൾ സിനിമാ ഗാനങ്ങളിലും ഉണ്ട്, അതിൽ സന്നിവേശിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ അലങ്കാരം പലപ്പോഴും നമുക്ക് പലതിലും നോക്കിയെടുക്കാനാവും, ഒന്ന് ശ്രദ്ധിക്കുമല്ലോ. അതേപോലെ തന്നെ മലയാള ഗാനശാഖയിൽ ചരിത്രത്തെയും അതേപോലെ മുൻ സാഹിത്യങ്ങളെയും, ക്ലാസിക്കായിട്ടുള്ള സാഹിത്യങ്ങളെ, അതേപോലെ മിത്തുകളെയും പുരാണങ്ങളെയൊക്കെ ചീന്തിയെടുത്തുകൊണ്ട് ചില കൽപ്പനകൾ നടത്തി അതിനെ ഭാവാത്മകമായിട്ട് അവതരിപ്പിക്കാറുണ്ട്. ഇവയൊക്കെ ഇണക്കി ചേർത്തുകൊണ്ട് കാവ്യ പാരമ്പര്യത്തിൻ്റെ പൈതൃക സംസ്കാരത്തിൻ്റെ കണികകളായി ചേർത്ത് വെച്ചുകൊണ്ട് പുതിയൊരു ലോകം നമുക്ക് സൃഷ്ടിച്ചു തരാറുണ്ട്. അതായത് പ്രകൃതി മാത്രമല്ല, ജീവിതം മാത്രമല്ല, ഇതേപോലെ ചില പുരാണത്തിൻ്റെ ക്ലാസിക്കുകളുടെയും കാളിദാസൻ്റെ അല്ലെങ്കിൽ വിക്രമാദിത്യ കഥയുടെ ഒക്കെ കഥകളുടെ, ചരിത്രങ്ങളുടെ, സാഹിത്യങ്ങളുടെ, പുരാണങ്ങളുടെ ഒക്കെ ചില കണികകൾ കൂടി കൂട്ടിച്ചേർക്കാറുണ്ട്. ചക്രവർത്തിനി നിനക്ക് ഞാനെൻ്റെ ശില്പഗോപുരം തുറന്നു എന്ന ഗാനം വളരെ പ്രശസ്തമാണ്. അതിലൊരു വരി നമുക്കിപ്പോഴും പറയാം. ഏതാണ് ആ വരി എന്നോർക്കണ്ടോ? ആ വരിയാണ് സാലഭഞ്ചികകൾ കൈകളിൽ കുസുമജാലമേന്തി വരവേൽക്കും. ഈ സാലഭഞ്ചികകൾ വരുന്നത് വിക്രമാദിത്യ കഥകളിലാണ്. ഓരോ പടി കടക്കുമ്പോഴും ഓരോ സാലഭഞ്ചികകളുണ്ട്. ആ സാലഭഞ്ചികകൾ കഥ പറയും. സാലഭഞ്ചികകൾ കൈകളിൽ കുസുമജാലമേന്തി വരവേൽക്കും എന്ന് പറയുമ്പോഴേക്കും ഇതുമായിട്ടാണ് കണക്ട് ചെയ്യപ്പെടുന്നത്, ഇതുമായിട്ടാണ് ബന്ധപ്പെടുത്തുന്നത്. അതേപോലെ തന്നെ നമുക്ക് മറ്റൊന്നുണ്ട്. ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളയെ നിന്നെ ഓർമ്മ വരും. കാളിദാസ കൃതിയിലേക്കാണ് ഈ പാട്ടിൻ്റെ വരികൾ വിരൽ ചൂണ്ടുന്നത്, അല്ലെങ്കിൽ കാളിദാസ കൃതികളിൽ നിന്ന് ചീന്തിയെടുക്കുകയാണ്, അല്ലെങ്കിൽ ആ സംസ്കാരത്തിൻ്റെ പൈതൃകത്തിൻ്റെ ഭാവത്തിൽ നിന്ന് നമ്മളിലേക്ക് എത്തിക്കുന്ന ഓരോ അംശങ്ങളുമാണ് ഇത്. പ്രിയതമ പ്രണയലേഖനം എങ്ങനെ എഴുതും? അങ്ങനെ പ്രണയലേഖം എഴുതാൻ കഴിയില്ല, എങ്ങനെയാണ് ഞാനിത് എഴുതേണ്ടത് എന്ന് ചോദിക്കുന്ന ആ കഥാപാത്രം വരുന്നത് കാളിദാസ കൃതിയിൽ നിന്നാണ്. മാലിന്യ നദിയിൽ കണ്ണാടി നോക്കും മാനെ പുള്ളിമാനെ നോക്കൂ, കാളിദാസ കൃതിയിൽ നിന്ന് മറ്റൊന്ന് വരുന്നത്.
ഗംഗയാർ ഒഴുകുന്ന നാട്ടിൽ നിന്നൊരു ഗന്ധർവൻ ഈ വഴി വന്നു. ഇതെല്ലാം ഇത്തരം കൃതികളിൽ നിന്ന്, അല്ലെങ്കിൽ ഇത്തരം സംസ്കാരത്തിൽ നിന്ന്, പൈതൃകത്തിൽ നിന്ന് ഒക്കെ, പുരാണത്തിൽ നിന്ന്, ചരിത്രത്തിൽ നിന്നൊക്കെ ചേർത്തെടുത്തിട്ട് ഇഴ പിരിച്ച് ചേർക്കുകയാണ് ഇവിടെ. അത് ചില ഭാവനയായിട്ട് കൽപ്പിച്ച്, ഭാവനയുമായിട്ട് ചേർത്ത് വെച്ച് ഒരു പുതുമയുള്ള ശില്പമാക്കി ശ്രോതാവിൻ്റെ മുന്നിലേക്ക് എത്തിക്കുന്നു. ആ മുഹൂർത്തവുമായി ഇഴുകിച്ചേർക്കുന്നു. അങ്ങനെ ചേർക്കാനുള്ള വൈദഗ്ധ്യം ആണ് പലപ്പോഴും പാട്ടെഴുത്തുകാർക്ക് ഉണ്ടാവേണ്ടത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വരുമ്പോഴേക്കും ഒരു ഗ്രഹാതുരത്വം കൂടി, അല്ലെങ്കിൽ ഒരു വായനാ സംസ്കാരം കൂടി, അല്ലെങ്കിൽ പൈതൃക സംസ്കാരത്തിൻ്റെ ഓർമ്മകൾ കൂടി നമ്മളിലേക്ക് എത്തുകയും ഇത് കുറേ കൂടി ആസ്വാദ്യകരമായി തീരുകയും ചെയ്യും. ഇതിൽ നിന്ന് നമുക്കൊരു പുതിയ ഇമേജിനറി കിട്ടും. ഈ ഇമേജിനറി കിട്ടാൻ നല്ല ഇതാണ്. ബിംബങ്ങളെയൊക്കെ പ്രകൃതിയിൽ നിന്ന് തന്നെ വേണമെന്നില്ല. ഇതിൽ നിന്ന് ബിംബങ്ങളെയോ കഥാപാത്രങ്ങളെയോ ഇതുമായിട്ട് ചേർത്തെടുക്കാൻ പറ്റും. പലപ്പോഴും പദസമ്പത്തുണ്ടാക്കാൻ, ശയ്യാഗുണം ഉണ്ടാക്കാൻ, ചാരുത വരുത്താൻ ഗാനങ്ങളും കവിതകളുമാണ് പാട്ടെഴുത്തുകാരായാലും കവിത എഴുത്തുകാരായാലും ഗദ്യമെഴുത്തുകാരായാലും ഒക്കെ ചെയ്യേണ്ടത്. അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഇത്തരം പാട്ടുകൾ ശ്രദ്ധിക്കണം, കവിതകൾ ശ്രദ്ധിക്കണം. അപ്പോഴേക്കും നമുക്ക് പദസമ്പത്തുണ്ടാകുന്നു. ഇതെങ്ങനെയാണ് ചേർത്തിരിക്കുന്നതെന്നറിയാൻ കഴിയുന്നു. എങ്ങനെ സംസ്കാരത്തിൽ നിന്ന് ചീന്തിയെടുത്ത് നമുക്ക് മുന്നിൽ വലിയൊരു ലോകം സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനാവും. നമുക്ക് ഇനി തുടർന്നും കാണാം. നമസ്കാരം.